സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് എന്നെ തന്നെ പരിചയപ്പെടുത്തി തരാം. എൻ്റെ പേര് ജിനാറ്റോ. സോ ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കുറച്ച് ക്രിയേറ്റേഴ്സിനെ റോസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. സോ നമുക്ക് ഫസ്റ്റ് വീഡിയോയിലോട്ട് പോകാം. ഓ മൈ ഗോഡ്, പച്ച വീട് കൊണയടി. എന്തായാലും അണ്ണന് കുറച്ച് പരാതി പറയാനുണ്ട്, അത് നമുക്ക് എന്തായാലും കേട്ടിട്ട് വരാം. അച്ഛനോട് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അച്ഛൻ പുറത്ത് പൈസയും കൊടുത്തിട്ട് ആളെ വെച്ചിട്ട് നടക്കാഞ്ഞ കാര്യങ്ങളാണ് കഴിഞ്ഞൊരു രാത്രി കൊണ്ട് ഫ്രീ ആയിട്ട് എന്റെ അമ്മ ചെയ്ത് കാണിച്ചത്. അനിയത്തി ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ കൂടെ ഗ്രീൻ ഹൗസിൽ വരുന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, നീ വരുന്നെങ്കിൽ വന്നു. ഇതിനകത്തുനിന്ന് ഞാൻ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് നിന്നെയോ താങ്ങാൻ പറ്റുന്നില്ല, അപ്പോഴാണ് നിന്റെ ഉപദേശം കേട്ട് വന്ന അനിയത്തി. ഞാൻ പ്രോപ്പർ ആയിട്ട് തന്നെ സെറ്റ് ചെയ്തു. അടിക്കാനും പോകാണ്ട് പണിയെടുക്കാണ്ട് വീട്ടിൽ കുത്തിയിരുന്ന അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള ബോയ്സിനെ ഫോൺ വിളിച്ചിരുന്ന അനിയത്തിക്ക് ഞാൻ പറഞ്ഞു, ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല, നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോ, പക്ഷെ അതിന്റെ കൂട്ടത്തിൽ നിന്റെ കാലിൽ നിന്നിട്ട് വേണം നീ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. അതായത് സ്വന്തം കാലിൽ നിൽക്കാൻ ആദ്യം പഠിക്കുക. 3 മാസം വരെ നമ്മൾ ഇവരെ സഹിച്ചു, ഇനിയിപ്പോ ഇവനെ സഹിക്കണമല്ലോ എന്നർത്താണ് സങ്കടം വരുന്നത്. ജസ്റ്റ് കുടുംബത്തടങ്ങുന്ന ഇവന്റെ പെങ്ങളെ മോട്ടിവേഷൻ ചെയ്യുന്നത് വരെ, ഇവൻ തന്നെ ഇവന്റെ പെങ്ങളെ മോട്ടിവേഷൻ ചെയ്യുന്നത് തന്നെ ഇവനെടുത്ത് വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ ഇവനെ സമ്മതിച്ചു കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോകില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അനിയത്തിയെ കണ്ടുകൂടാത്തവനായി, ഞാനിപ്പോൾ അമ്മയെ കണ്ടുകൂടാത്തവനായി, അതുപോലെ അമ്മയ്ക്ക് ഞാൻ പ്രശ്നേഷായി. ഞാൻ സത്യം പറഞ്ഞ ഇതൊക്കെ കണ്ടോണ്ടിരിക്കുന്ന നമ്മളാണ് മണ്ടന്മാരി. ഇന്ന് 2 മാസം അഭിനയിച്ച് കഴിയുമ്പോൾ തന്നെ ഇവന് പൈസ കിട്ടും. ഇപ്പൊ ഈ ഒരു വീഡിയോ തന്നെ നോക്കുകയാണെങ്കിൽ ഇവനിപ്പോ 2.1 മില്യണോളം വ്യൂവേഴ്സ് കിട്ടിയിട്ടുണ്ട്. സോ ഞാൻ പറയുകയാണെങ്കിൽ ഇവൻ നമ്മളായിട്ട് മണ്ടന്മാരാക്കുകയാണെന്നേ ഞാൻ പറയത്തുള്ളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഒരു ആവശ്യമില്ലാത്തൊരു വീഡിയോ എന്ന് വെച്ചാൽ ഇവന്റെ കുടുംബത്ത് നടക്കുന്നതൊക്കെ എന്തിനാണ് ഇവിടെ വന്ന് പറയുന്നത്. എന്റെ ഭാര്യയെ കല്യാണം കഴിച്ചോടുകൂടി മാറിപ്പോയി. പണ്ട് എന്റെ അച്ഛനൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ തുടങ്ങിയ സമയത്ത് എന്റെ അമ്മയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടായ സമയത്ത് അമ്മ എന്തൊക്കെ സംസാരിച്ചു, ഇതിനെങ്ങനെയും ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ. അങ്ങനെയാണ് ഞാൻ അച്ഛന്റെ കാര്യത്തിൽ ഇടപെട്ട് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ നോക്കുന്നത്. അങ്ങനെയാണ് അച്ഛൻ കാളാത്തെന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു ഗുണ്ടയും കൊണ്ട് വീട്ടിലോട്ട് വന്നത്. പക്ഷെ അന്ന് ഞാൻ കുറച്ചുകൂടെ കണ്ണിങ് ആയതുകൊണ്ടും അച്ഛനുമായിട്ട് ഭയങ്കര ഇമോഷണൽ ബോണ്ട് അല്ലാത്തതുകൊണ്ടും എന്റെ ആരോഗ്യം നോക്കി നിന്നു. അന്ന് അടിയൊന്നും കിട്ടാണ്ട് രക്ഷപ്പെട്ടു. പക്ഷെ അമ്മയെടുക്കൽ എനിക്കൊരു ഇമോഷണൽ കണക്ഷൻ കൂടുതലായതുകൊണ്ട് കഴിഞ്ഞ ദിവസം അമ്മയും അനിയത്തിയും കൂടെ എന്നെ വീട്ടിലോട്ട് വിളിച്ചിട്ട് അവിടുന്ന് ആളെയൊക്കെ വെച്ച് കൂട്ടി അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ഗുണ്ടന്മാരും ഈ പറയുന്നതൊക്കെ എവിടെ ഒരു കണക്ഷൻ ഉള്ളത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇതാ ഫാമിലി ആയിട്ട് അടി ഉണ്ടാക്കണ പോലെ കാണിച്ച് ഫോർച്യൂണർ മേടിച്ച ചേട്ടനല്ലേ ഇത്. ആദ്യമൊക്കെ ചേച്ചി പറയണ കേട്ടിട്ട് എനിക്ക് സങ്കടമായിരുന്നു വന്നോണ്ടിരുന്നത് വെച്ചാൽ, പക്ഷെ എനിക്ക് ഇപ്പം അങ്ങനെയല്ല. ഇപ്പൊ കേൾക്കുമ്പോൾ എനിക്ക് ഇങ്ങനെയാണ് കേൾക്കുന്നത്. കൂടെ നല്ല രീതിയിൽ ഞങ്ങളെ കയ്യേറ്റം ചെയ്ത് വണ്ടിയൊക്കെ അടിച്ചു പൊളിക്കാനൊക്കെ നോക്കി. അങ്ങനെ സത്യം പറഞ്ഞാൽ ഇപ്പം വീട്ടിലോട്ടൊന്ന് കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇവൻ ഈ ചെയ്തു കൂട്ടുന്ന കോപ്രായം കെട്ടെല്ലാം എന്തിനു വേണ്ടിയുള്ളതാണെന്നും എന്ത് ലക്ഷ്യം വെച്ചിട്ട് ചെയ്യുന്നതാണെന്നും എല്ലാം നമുക്ക് തന്നെ അറിയാം. ചിലപ്പോൾ ഈ ഒരു വീഡിയോ യൂട്യൂബിലിട്ട് ഇൻസ്റ്റയിലൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഒരു 5 മാസം കഴിയുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് ഇവൻ്റെ അച്ഛനായിരുന്നു ഡയറക്ടർ, അമ്മയായിരുന്നു ക്യാമറ പിടിച്ച് കൊടുക്കുന്നത്, പെങ്ങളായിരുന്നു കഥ എഴുതാൻ അച്ഛനെ സഹായിച്ചതെന്നൊക്കെ. സോ ഇതാണ് ഞാൻ പറയുന്നത്, ഒരിക്കലും ഇവൻ്റെ കാര്യത്തിന് വിശ്വസിക്കാനായിട്ട് പാടില്ല. ഇവൻ്റെ കാര്യമൊന്നുമല്ല, ഇപ്പോൾ നടക്കുന്ന യൂട്യൂബിൽ നടക്കുന്ന ഇൻഫ്ലുവൻസർ ഇങ്ങനൊരു അടിയുണ്ടെന്ന് പറഞ്ഞാലും എന്തായാലും അവർക്കൊരു ലക്ഷ്യബോധത്തോടെയാണ് ചെയ്യുന്നത്. സോ വെറുതെ ആരെങ്കിലും ഇങ്ങനെ കുടുംബത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും ആരും വിളിച്ചു പറയത്തില്ല. ഇവർക്ക് പൈസ കിട്ടുന്നുണ്ട്, എന്നിട്ട് എല്ലാവരും പറയും മക്കളെ വളർത്തുമ്പോൾ അങ്ങനെ വളർത്തണം ഇങ്ങനെ വളർത്തണം. മക്കൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും ഞാൻ പറയുക കേൾക്കാൻ വേണ്ടി പറയുക, സങ്കടമുള്ളതുകൊണ്ട് പറയാം. 2 മക്കളെ ഒരേ രീതി സ്നേഹിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ വളർത്താനിക്കരുത്, ആദ്യമേ ഒഴിവാക്കി. ഇപ്പൊ വീടുമില്ല കൂടുമില്ല. എടാ വീടും കൂടുമില്ലെങ്കിൽ വല്ല പട്ടിക്കാട്ടിലും പോയി കടയടാ. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെ മതി.